അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് അയാൾ അതിലോട്ട്, അതായത് കംപ്ലീറ്റ്ലി ഇനി ഞാൻ അങ്ങോട്ട് ആ ഒരു ജീവിതം തന്നെ നയിക്കുമെന്നല്ല, ചിലപ്പോൾ അയാളുടെ ഒരു അവസ്ഥ കൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അയാളുടെ കുറ്റങ്ങളും തെറ്റുകളും എല്ലാം അയാൾ ഓരോന്നായിട്ട് അയാളെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അയാൾ അവിടെ എന്താ പറയുക, എല്ലാം ആ ഒരു രീതിയിൽ വിഷമിച്ചും സഹിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ ആ ഒരു അതായത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയും നിങ്ങളെ മിസ് ചെയ്യുന്നത് നിങ്ങളോട് കാണിച്ചതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അയാൾ ചിലപ്പോൾ ജോലിപരമായിട്ടും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും അയാൾ മാറി നിൽക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് അയാൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പോരാൻ പറ്റാത്ത ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നത്. പിന്നെ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അയാൾക്ക് ഒരുപാട് ഉള്ളിൽ വിഷമമുണ്ട്. അയാൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും വിഷമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ല. അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, അതായത് ചിലപ്പോൾ ഇയാൾ തന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ച് പോയതായിരിക്കാം. അപ്പോൾ അതൊക്കെ അന്ന് അയാൾ ചെയ്ത ആ ഒരു കുറ്റവും കാര്യങ്ങളൊക്കെ ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ ഓരോ പ്രവൃത്തികളും ഓർത്ത് അയാൾ നെഞ്ചുരുകി നിൽക്കുകയാണ്. ബിക്കോസ് അയാളുടെ ഉള്ളിൽ ആ ഒരു നിങ്ങളോടുള്ള തെറ്റ് ചെയ്ത ആ ഒരു കാര്യം ശരിക്കും കുത്തി നോവിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണെങ്കിലും അയാൾക്ക് അവിടെ ഒരുപാട് ഭാരങ്ങൾ അയാൾ ചുമക്കുന്നുണ്ട്. അപ്പോൾ അത് അയാൾക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അയാൾക്ക് അവിടെ നിൽക്കേണ്ട ഒരു ഗതികേടാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അയാൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജിയും നിങ്ങളുടെ ഇമോഷൻസും എല്ലാം അയാൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് നല്ല ഒരു എല്ലാ കാര്യങ്ങളും വളരെ നല്ലോണം ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു പോസിറ്റീവ് നല്ല രീതിയിലുള്ളൊരു എനർജിയൊക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് ടൈമിലാണെങ്കിൽ കൂടെ തന്നെയും നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ ഓരോ സമയങ്ങളും കാര്യവും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ മെമ്മറീസൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അയാൾക്ക് എനർജി സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് ആ ഒരു എനർജി, അതായത് അതല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ വല്ലപ്പോഴൊക്കെ നിങ്ങളെ ചിലപ്പോൾ വിളിക്കുന്നുണ്ടായിരിക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയൊക്കെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ വേണ്ട നോർമൽ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ അയാൾക്ക് ഒരു എനർജി സെൻഡ് ചെയ്ത്, അപ്പോൾ ആ ഒരു എനർജിയിൽ കിട്ടിക്കൊണ്ട് അയാൾ എവിടെയാണോ ഡൗൺ ആയിട്ട് നിൽക്കുന്നത് അവിടെ നിന്ന് അയാൾക്ക് ഒരു എനർജി കിട്ടി അയാൾ ചാടി അയാളുടെ കുറേ കൂടെയൊക്കെ ബ്രൈറ്റായിട്ട് ഇപ്പോൾ അയാളുടെ ലൈഫിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വലിയ താല്പര്യം ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു തോട്ട്സും നിങ്ങളുടെ എനർജിയൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ മറ്റുള്ള മെമ്മറീസിലൊക്കെ അയാൾ കുറേ കൂടെ എനർജറ്റിക് ആയിട്ട് അയാളുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ അവിടെ നോക്കും. അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ ഇരുന്നുകൊണ്ട് ആ ഒരു പേഴ്സണെ പറ്റി എപ്പോഴും ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം